സൂര്യയും തൃശയും വീണ്ടും ഒന്നിക്കുന്ന കറുപ്പ് എന്ന സിനിമയുടെ റിലീസിന് മുന്നോടിയായി സിനിമാ ലോകത്ത് പുതിയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ട് തൃശയും അണിയറ പ്രവർത്തകരും തമ്മിൽ വലിയ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് താരം. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും നായികയായ തൃശയും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെന്ന് റിപ്പോർട്ട്. ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി ചെന്നൈയിൽ നടന്ന ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ തൃശ പങ്കെടുത്തിരുന്നില്ല. ഇതിന് പിന്നാലെ താരം വിമർശനങ്ങൾ നേരിട്ടിരുന്നു. 2 പതിറ്റാണ്ടിന് ശേഷം സൂര്യയും തൃശയും ഒരുമിക്കുന്നു എന്നതാണ് കറുപ്പിന്റെ പ്രത്യേകത. പ്രീതി എന്ന അഭിഭാഷകയുടെ വേഷത്തിലാണ് തൃശ ചിത്രത്തിലെത്തുന്നത്. ഓഡിയോ ലോഞ്ചിലെ തൃശയുടെ സാന്നിധ്യം ചർച്ചയായതിന് പിന്നാലെ തന്റെ ക്യാരക്ടർ ടീസർ പങ്കുവച്ചുകൊണ്ട് തൃശ രംഗത്തെത്തിയിരുന്നു. തന്റെ സിനിമയുടെ ടീം തന്നെ അവഗണിക്കുകയാണെന്ന സൂചനയും ഇതിൽ തൃശ നൽകി. താൻ ഈ സിനിമയിൽ ഉണ്ടെന്ന കാര്യം അവർ ഇപ്പോൾ ഓർമ്മിച്ചതിൽ സന്തോഷമുണ്ടെന്ന് താരം കുറിച്ചു. നന്ദി, ഞാൻ പോലും മറന്നുപോയി. ഇപ്പോഴെങ്കിലും ഒരു റിമൈൻഡർ വെച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് താരം എക്സിൽ കുറിച്ചത്. ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ച് ഒരു ആരാധകൻ ചോദിച്ചപ്പോൾ എന്റെ ക്ഷണക്കത്ത് മീലിൽ എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എന്നാണ് നടി പറഞ്ഞത്. മെയ് 14 തിയേറ്ററുകളിൽ എത്തുന്ന കറുപ്പ് തമിഴ് സിനിമാ ലോകം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റിലീസുകളിൽ ഒന്നാണ്. ഇന്ദ്രൻസ്, സ്വാസിക, നാട്ടി, അനഘമായ രവി, സുപ്രീത് റെഡ്ഡി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. ഡ്രീം വാരിയർ പിക്ചേഴ്സിന്റെ ബാനറിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.